അടുത്തത് വ്യക്തി സത്യാഗ്രഹമാണ്. 1940 ആഗസ്റ്റ് വാഗ്ദാനത്തിൽ അസംതൃപ്തനായ ഗാന്ധിജി ആരംഭിച്ച സത്യാഗ്രഹമാണ് വ്യക്തി സത്യാഗ്രഹം. 1940 വ്യക്തി സത്യാഗ്രഹത്തിലെ ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹിയാകുന്നത് വിനോബ ഭാവെയാണ്. രണ്ടാമത്തത് ജവഹർലാൽ നെഹ്റുവും മൂന്നാമത്തത് ബ്രഹ്മദത്തുമാണ്. വിനോബ ഭാവ വ്യക്തി സത്യാഗ്രഹി ആയിക്കൊണ്ടുള്ള സമരം ആരംഭിക്കുന്നത് 1940 ഒക്ടോബർ 17 പൗനാർ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. ദില്ലി ചലോ പ്രസ്ഥാനം വ്യക്തി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. കേരളത്തിൽ നിന്നുള്ള ആദ്യ വ്യക്തി സത്യാഗ്രഹിയാണ് കെ കേളപ്പൻ. അപ്പോൾ വിനോബ ഭാവയെ കുറിച്ചും കൂടി ഒന്ന് നോക്കാം. പൗനാറിലെ സന്യാസി എന്നറിയപ്പെടുന്നത് വിനോബ ഭാവെയാണ്. ഇന്ത്യയുടെ ദേശീയ അധ്യാപകൻ എന്ന് അദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹത്തിലെ നിരീക്ഷകനായി പങ്കെടുക്കുന്നതും ഇതേ വ്യക്തി തന്നെയാണ്. 1940 വ്യക്തി സത്യാഗ്രഹ പ്രസ്ഥാനത്തിലെ ആദ്യ സത്യാഗ്രഹി വിനോബ ഭാവെയായിരുന്നു. ഇന്ത്യയിൽ ഭൂദാന പ്രസ്ഥാനം, ഗ്രാമദാന പ്രസ്ഥാനം എന്നിവ ആരംഭിക്കുന്നത് വിനോബ ഭാവെയാണ്. 1951 ഭൂദാന പ്രസ്ഥാനം ആരംഭിക്കുന്നത് തെലങ്കാനയിലെ പോച്ചംപള്ളിയിലാണ്. മക്സസെ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരനും വിനോബ ഭാവെ തന്നെയാണ്. ഇനി ക്രിപ്സ് മിഷനാണ്. 1942 ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മിറ്റിയാണ് ക്രിപ്സ് മിഷൻ. സർ സ്റ്റാഫോർഡ് ക്രിപ്സ് ആയിരുന്നു ഇതിന്റെ ചെയർമാൻ. ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയക്കുന്നത് വിൻസ്റ്റൺ ചർച്ചിലാണ്. 1942 മാർച്ച് 22 ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തുന്നത്. രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഇന്ത്യക്ക് പുത്രികാ രാജ്യ പദവി നൽകണമെന്നും ഇന്ത്യക്കാരുടെ നേതൃത്വത്തിൽ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാമെന്നും ക്രിപ്സ് മിഷൻ വാഗ്ദാനം ചെയ്യുന്നു. ക്രിപ്സ് മിഷനുമായി അന്ന് ചർച്ച നടത്തിയിരുന്ന INCയുടെ പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ക്രിപ്സ് മിഷനെ കോൺഗ്രസ് അംഗീകരിക്കാത്തത് ഉടനടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകണമെന്ന ആവശ്യം നിരാകരിക്കപ്പെട്ടതിനാലാണ്. ക്രിപ്സ് മിഷനെ മുസ്ലിം ലീഗ് അംഗീകരിക്കാത്തതിന് കാരണം പാകിസ്ഥാൻ വാദം അംഗീകരിക്കാത്തതിനാലാണ്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങുന്നത് 1942 ഏപ്രിൽ 12 1942 ഏപ്രിൽ 12 ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങുന്നത്. തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിന്റെ പിൻ തീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെ ആയിരുന്നു.